ഉയർത്തുന്നു നാഥ നിന്നാമത്തെ, വാഴ്ത്തുന്നു നാഥ തിരുനാമത്തെ. ഉയർത്തുന്നു നാഥ നിന്നാമത്തെ, വാഴ്ത്തുന്നു നാഥ തിരുനാമത്തെ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 34 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗം. അവിടെ അതിൽ ഒരു തലക്കെട്ട് എഴുതിയിരിക്കുന്നത്, ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമെന്നാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, മല പോലുള്ള വിഷയങ്ങൾക്ക് മുമ്പിൽ ഒരു ദൈവവചനനെ കരുതുവാൻ എല്ലാവർക്കും പറ്റുന്ന വരികയില്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു പോരുന്നവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും ചിലയിടത്ത് ഒറ്റപ്പെട്ടും തള്ളപ്പെട്ടും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലൂടെ പോകുന്ന ഒരു യാത്രയാണ് ദൈവിക ശുശ്രൂഷ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പൂർവ്വപിതാക്കന്മാരെയും അപ്പോസ്തലന്മാരെയൊക്കെ നോക്കിയാൽ അവരൊക്കെ പോയ വഴി, അവരൊക്കെ എങ്ങനെ എത്രത്തോളം യുക്താനുഭവത്തിലൂടെയാണ് കർത്താവിന് വേണ്ടി വേല ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് രാജാവും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, ശത്രുക്കളുടെ മുൻപിൽ നിന്നുകൊണ്ടും, വലിയ വലിയ പോരാട്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും യഹോവയെ വാഴ്ത്തുക എന്നത് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് പലരും വീണുപോകുന്നത്. എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ചത് അങ്ങ് തുടർച്ചയായിട്ട് അങ്ങ് ചെയ്തു പോയാൽ ലോകം നമ്മളെ എന്തും വിധിച്ചോട്ടെ, എന്തും പറഞ്ഞോട്ടെ, നമ്മളെ നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ഇവിടെ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തിലും ദൈവത്തെ വാഴ്ത്തി കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിയെ തീർന്നില്ലേ? ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങി വരും. കർത്താവ് അത്ഭുതമായിട്ട് സൗഖ്യം തന്ന് കർത്താവിന് വേണ്ടിയിട്ട് വിശ്വാസത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ച് പോകുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം പ്രശ്നങ്ങളെ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ. ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ കരുതിയവരൊക്കെ ഒരു പക്ഷേ നമ്മുടെ കൈവിട്ടു പോകാം. എല്ലാവരും മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും. വേറെ വരുന്ന സമയമുണ്ടാകും. പാർക്കാനും ഇടവില്ലാത്തൊരു സമയമുണ്ടാകും. ഭക്ഷിപ്പാൻ ആഹാരമില്ലാത്ത സമയമുണ്ടാകും. അപ്പോഴും യഹോവയ്ക്ക് വേണ്ടി തിക്താനുഭവത്തിലൂടെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വേലക്കാർക്ക് കാക്ക അയച്ചു ദൈവവേലി അവനെ പോറ്റിയ ആ അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടാകും. ഇന്ന് നമുക്ക് വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ അവിടെയൊക്കെ അനുഭവങ്ങളെ ഒന്ന് പറഞ്ഞാൽ അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നത് എത്ര വാസ്തവമാണ് ദൈവമക്കളെ. അവിടെ തളർന്നില്ലല്ലോ. ഇവിടെ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നിരിക്കുക, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസം വിട്ടകലുക, നല്ല കാലം വരുമ്പോൾ കർത്താവിനെ സ്തുതിക്കുക, അതൊന്നുമല്ല. എല്ലാം ദാവീദ് രാജാവിന് സുഖവും ദുഃഖവും എല്ലാം ദൈവസന്നിധിയിൽ ഒരുപോലെ ആയിരുന്നില്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇനി ഒന്ന് പോയിന്ന് പ്രാർത്ഥിക്ക്, ആരാധന കൂട്, കർത്താവിന് വേണ്ടി ഒന്ന് പാട്, കർത്താവിന് വേണ്ടി സാക്ഷ്യം പറ, നല്ലവണ്ണം ഇന്ന് പ്രാർത്ഥിക്കുക. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. കർത്താവിനെ ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരത്തേക്കാൾ അധികം കടന്നു വരും. അപ്പോഴും തളരാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് മാത്രം നോക്കിയാൽ, നോട്ടം തെറ്റാതെ വിളിച്ചവങ്കിലേക്ക് മാത്രം നോക്കിയാൽ കർത്താവ് പോറ്റിപ്പുലർത്തുന്ന ദൈവമക്കളെ അത്ഭുതകരമായിട്ട്, സ്തോത്രം, തീയുടെ ബലം കെടുത്തുന്നവനായി നമ്മുടെ കൂടെ നിന്ന്, ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്നവനായി നമ്മുടെ കൂടെ നിന്ന്, ചെങ്കടലിനെ വട്ടിക്കുന്ന ദൈവം നമ്മുടെ കൂടെ നിന്ന്,
എന്തിനധികം ആകാശത്തിനും ഭൂമിക്കും നാഥനായ നല്ല കർത്താവ്. ആമേൻ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നമുക്ക് നല്ല മനസ്സോടെ ചേരും മനസ്സുണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും വെട്ടിത്തിളങ്ങി ദൈവത്തിന് വേണ്ടി വേല ചെയ്യും. ആമേൻ. ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്. പ്രതിഫലം കർത്താവിൻ്റെ കരങ്ങളില്ല. ഹല്ലേലൂയ. അത് മാത്രം ലക്ഷ്യപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എപ്പോഴും ഇതുപോലെ ഈ ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥനയുടെ സമയം പോയത് മറന്നുപോയതെന്ന് ആരും പറയല്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പോയി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല, മറ്റുള്ളവരുടെ സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പ്രാർത്ഥനയുടെ സമയത്ത് വിശ്വാസി പ്രാർത്ഥനയുടെ സമയത്ത് എവിടെയായിരുന്നാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. നമ്മളെയൊക്കെ പോറ്റി പുലർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെയൊക്കെ പ്രാർത്ഥന എത്രമാത്രം നിലച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആകരുതേ. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നല്ലതായിട്ട് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ദൈവമക്കൾ എത്രയോ പേരിനകത്തുണ്ട്. കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ, ഇരട്ടി പങ്ക് കൃപ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ 2-ാം വാക്യം നമ്മളെ കേൾപ്പിക്കുന്നത്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. വലിയ പ്രശ്നങ്ങളുടെ നടുവിലില്ലേ അബിമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കേണ്ട ഒരു സമയം വന്നതും സാഹചര്യം വന്നതുമൊക്കെ നമ്മൾ വചനഭാഗത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അത്ര നീറുന്ന സമയത്തും അത്ര പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും പറയാണ്, എൻ്റെ ഇവളെ യഹോവയിൽ പ്രശംസിക്കുന്നത് തന്നെയല്ല, യഹോവയെ പ്രശംസിക്കുക. ഹല്ലേലൂയ. നമ്മളെ മറന്നാൽ നമ്മളെ വിളിച്ചവന് വേണ്ടി നല്ലൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റും. നമ്മളെ നമ്മൾ നോർത്താൽ നമ്മൾ പറയും, ഓ ഇനി എന്നാ ഒരു ജന്മമാ, കരയാൻ വേണ്ടി മാത്രമാണോ, ദുഃഖിക്കാൻ വേണ്ടി മാത്രമാണോ, പാഴായ ജന്മമായിപ്പോയി, എന്തിനാ ജീവിക്കുന്നത്, ഇനി ജീവിച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ, ഇനിയും പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാ, ഇതൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇത്രയേറെ നിന്ദയുടെയും പരിഹാസത്തിൻ്റെ ഒക്കെ നടുവിലും വിളിച്ച ദൈവത്തെ നോക്കിക്കൊണ്ട് ഒരിക്കൽ വീണ്ടെടുത്ത ആ നന്മയോർത്താൽ, അമ്മേ സ്തോത്രം, ഒരിക്കൽ കർത്താവ് തന്ന സൗഖ്യമോർത്താൽ, അന്ന് ദൈവം നമുക്ക് നൽകിയ വിടുതലെന്നോർത്താൽ, ആ വിളിയൊന്നോർത്താൽ, ആ കരുതലൊന്നോർത്താൽ, അമ്മേ സ്തോത്രം, ഇനി നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ, മല പോലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കുറവുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെ, കർത്താവിനെ സ്തുതിക്കുമായിരുന്നു. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരണം ദാവീദ് രാജാവ് തൻ്റെ സങ്കടങ്ങളല്ല പറഞ്ഞത്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നെന്നാണ് പറഞ്ഞത്. യഹോവയിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എളിയവരത് കേട്ടിട്ട് സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതയുടെ കാലങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളിൽ പല വിധത്തിലുള്ള കഷ്ടതകൾ ഈ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയതിന് ശേഷം നോക്കിയാൽ പല വിധത്തിലുള്ള കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴും വായ തുറന്ന ദൈവം ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗവും കൂടാതെ എൻ്റെ കർത്താവ് ഈ ശുശ്രൂഷ നടത്തിയ വാൻകൃപയോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിച്ചുകൊണ്ടിരുന്നു. പ്രശ്നങ്ങൾ ചുറ്റിനും വന്നു. ആമേൻ സ്തോത്രം. ആമേൻ. എന്നാൽ ദൈവമക്കളെ, പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെ ഞാൻ കർത്താവിനെ പ്രശംസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എളിയവർ അത് കേട്ട് സന്തോഷിച്ചു. അനേകരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ ദൈവം ഇടയാക്കി. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യാനാവില്ല. എന്നെ ഏൽപ്പിച്ചവൻ, എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും, പ്രശംസിച്ചുകൊണ്ടിരിക്കും. ഈ ദൈവകൃപയല്ലാതെ നമുക്ക് എന്താ പറയാനുള്ളത്? ദൈവം നടത്തിയ നന്മയല്ലാതെ എന്താ പറയാനുള്ളത്? കിട്ടിയ ഉപകാരങ്ങളെ ഓർത്താൽ ദൈവമക്കളെ, ഇതിനൊക്കെ സാക്ഷ്യം പറഞ്ഞ് തീർക്കാൻ നമ്മുടെ ആയുസ് പോരാ. സ്തോത്രം. എന്നാൽ കിട്ടാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടിയ നന്മയെ ഓർക്കാനോ തന്ന ദൈവത്തെ സ്നേഹിക്കാനോ ആ ദൈവത്തെ സ്തുതിക്കാനോ സാധിക്കത്തില്ല. കിട്ടാത്തതിനെ ഓർത്ത് കരയുന്നതിനേക്കാൾ അപ്പുറം ദൈവമക്കളെ, കിട്ടിയ നന്മകളെ മാത്രം ഒന്ന് ഓർത്തേ, അത് നമ്മളെ കർത്താവിൻ്റെ സ്ഥലത്തിൽ എത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ നിമിഷങ്ങളിലും കർത്താവേ, അത്ഭുതമേറിയ കരുതൽ കാണുവാൻ തക്കവണ്ണം കഷ്ടത വന്നത് നിങ്ങൾക്ക് ഗുണമായെന്ന് അടിയങ്ങൾക്കും പറയാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
കർത്താവെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവത്തിന് വേണ്ടി ഇന്നോളം സാക്ഷിയെ തീരുവാൻ അടിയങ്ങളെ സഹായിച്ചല്ലപ്പോൾ എൻ്റെ കർത്താവെ അടിയങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിലെ സമയത്ത് ഓർക്കുന്നു. കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ര അത്ഭുതകരമായിട്ട് നിൻ്റെ മക്കളെ നടത്തി. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലൂടെ കരം പിടിച്ച് നടത്തി അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ സാക്ഷിക്കാൻ നിൻ്റെ മക്കളെ നീ എടുത്ത് ഉപയോഗിച്ചു. എൻ്റെ കർത്താവ് ഇരട്ടി പങ്ക് കൃപ കൊടുത്തുകൊണ്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മഹാകഷ്ടതയുടെയൊക്കെ നടുവിലും കർത്താവിന് വേണ്ടി വേല ചെയ്ത മക്കളെ എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. എൻ്റെ അപ്പ അവിടുത്തെ വരവിൻ്റെ നാളിലെ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കേണ്ടതിന് എല്ലാ മക്കളും ദൈവം സഹായിക്കണമേ. എൻ്റെ കർത്താവെ അവിടുത്തെ വരവേറ്റവും അടുത്തിരിക്കുന്നല്ലോ. കർത്താവെ ആ വരവിൻ്റെ നാളിൽ മണവാളനോടൊപ്പം മണിയറയ്ക്കുള്ളിൽ സന്തോഷത്തോടെ സ്തുതിക്കേണ്ടതിനും മഹത്വപ്പെടുത്തേണ്ടതിനും അടിയങ്ങളെയൊക്കെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇരട്ടി പങ്ക് കൃപയോടെ നിനക്ക് വേണ്ടി വേല ചെയ്യേണ്ടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണേ. സമാധാനത്തിൻ്റെ ദൈവമേ, ഗ്ലോറി, സ്തോത്രം സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി കൃപകൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവം കൊടുത്ത താലന്തുകളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോഗിക്കാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ അഭിഷേകത്താൽ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കണമേ. ചെയ്യുന്ന ശുശ്രൂഷ എല്ലാം ദൈവത്തിന് പ്രസാദകരമാക്കി തീർക്കണമേ. ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വീണു പോകാതെ താളടിയാകാതെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ വീണ് കിടക്കുന്നവരെ അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കേണ്ടതിന് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തീയിലും വെള്ളത്തിലും കിടക്കുന്നവരെ വലിച്ചെടുക്കുന്ന ഉന്നതമ്പുരാൻ്റെ തിരുസന്നിധിയിലെ പ്രേക്ഷിത വേലക്കാരെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ കഷ്ടതകൾ മറന്നുല്ലസിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.